വെൽക്കം ടു പാർട്ട് 2. ഒന്നാം ഭാഗം കേൾക്കാൻ സാധിക്കാതെ പോയവർക്കും മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിലാണ് ശാന്തതയുടെ മന്ത്രങ്ങൾ ഉരുവിടാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു ഫോർ ദ യെസ്. ബികോം പാസ്സാകാൻ എളുപ്പമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും കോമേഴ്സിൽ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും കാണും. എൻ്റെ അടുത്ത പല സുഹൃത്തുക്കളും കോമേഴ്സിലെ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളുമാണ്. ബികോം is easy, but become is sometimes difficult. ചിലപ്പോഴൊക്കെ ബികം സുനിൽ സാർ സൂചിപ്പിച്ച പോലെ മറ്റുള്ളവരോട് പറയാൻ എളുപ്പമാണ്, പക്ഷെ എന്നോട് ബികം എന്ന് പറയാൻ ഇത്തിരി പാടാണ്. ഒരു അൺപ്ലസന്റ് ഇമോഷൻ എൻ്റെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ അതിനെ എനിക്ക് പ്ലസന്റ് ഇമോഷൻ ആക്കി മാറ്റാൻ ഞാൻ കഷ്ടപ്പെടുന്നു. ദേഷ്യം വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു അൺപ്ലസന്റ് തോട്ട് അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് ഇമോഷൻ ഉണ്ടായിരിക്കും. ആ അൺപ്ലസന്റ് ഇമോഷനെ പ്ലസന്റ് ഇമോഷൻ ആക്കി മാറ്റാൻ ഞാൻ കഷ്ടപ്പെടുന്നു. സങ്കടം വരുമ്പോൾ, നിരാശ വരുമ്പോൾ, നിസ്സഹായ അവസ്ഥ വരുമ്പോഴെല്ലാം വി ഫേസ് ദ സെയിം ഒബ്സ്റ്റക്കിൾ. ഇന്നലെ നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടാവും, സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥയെ കാണാതായി, ആത്മഹത്യ ചെയ്തതാണെന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ കൃത്യം നിർവഹിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർക്കൊരു അൺപ്ലസന്റ് ഇമോഷൻ മനസ്സിൽ ചേക്കേറിയിട്ടുണ്ടാവും. ആ അൺപ്ലസന്റ് ഇമോഷൻ ആ വ്യക്തിക്ക് പ്ലസന്റ് ഇമോഷൻ ആക്കി മാറ്റാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വ്യക്തി ഇന്ന് ഈ സമയം ഒരു പക്ഷേ കുടുംബാംഗങ്ങളോടൊപ്പം സുഖസുഷുപ്തിയിൽ ആകുമായിരുന്നു. പലപ്പോഴും ബികം നമുക്ക് സാധിക്കുന്നില്ല. അൺപ്ലസന്റ് ഇമോഷനിൽ നിന്നും പ്ലസന്റ് ഇമോഷനിലേക്കുള്ള സ്വിച്ച് ഓവർ പറ്റുന്നില്ല. ചെറിയൊരു സംഭവം മതി ചീട്ട് കൊട്ടാരം പോലെ നമ്മുടെ മാനസിക സന്തുലിതാവസ്ഥ, ശാന്തത കുഴഞ്ഞു വീഴുന്നു, കുതറി വീഴുന്നു. ഈ മുറി നിറയെ വെളിച്ചമാണ്, പക്ഷെ ഈ വെളിച്ചം ഒരു പെട്ടെന്ന് ഇത് അപ്രത്യക്ഷമായാൽ പെട്ടെന്ന് എൻ്റെ കാംനെസ് പോകും, എൻ്റെ മൂടങ്ങ് പോകും. ഞാൻ സൂം ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നു, കറണ്ട് പോയി. ആദ്യം ഞാൻ KSEBയെ ഹീബ്രു ഭാഷയിൽ അഭിഷേകം ചെയ്യും, പിന്നെ എൻ്റെ ഭാര്യയെ സ്പാനിഷ് ഭാഷയിൽ അഭിസംബോധന ചെയ്യും. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു എമർജൻസി ലാമ്പ് എടുത്ത് വെക്കണമെന്ന്. പറ്റുമെങ്കിൽ അവൾ അപ്പനെ ഗ്രീക്ക് ഭാഷയിൽ അഭിസംബോധന ചെയ്യും. അദ്ദേഹത്തോട് പറഞ്ഞതാണ് ഒരു ഇൻവെർട്ടർ വാങ്ങിച്ചു തരണമെന്ന്. ഇതുവരെ നടന്നില്ല. അവസാനം സൂമിനെയും ഞാൻ അഭിഷേകം ചെയ്യും. നോക്കൂ, എൻ്റെ ഇത്തരം ചിന്തകളാണ് എൻ്റെ മൂഡ് ഇത്തരത്തിലാക്കുന്നത്. നേരെ മറിച്ച് ഞാൻ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ മൈ മൂഡ് വിൽ ബി ഡിഫറെന്റ്. എനിക്ക് ചിന്തിക്കാം, 4 പേരുണ്ടല്ലോ ഈ മീറ്റിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ. അമേരിക്കയിൽ ഡോക്ടർ ഫിനോഷ് നോക്കുന്നുണ്ടല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ ഡോക്ടർ ലാൽ നോക്കുന്നുണ്ടല്ലോ, മലപ്പുറത്ത് സുനിൽ ജോസഫ് സാർ നോക്കുന്നുണ്ടല്ലോ, മലയാപ്പറമ്പിൽ ജെബിൻ ഫ്രാൻസിസ് നോക്കുന്നുണ്ടല്ലോ. പിന്നെ എന്ത് കുഴപ്പം? അവരൊന്നും അല്ലെങ്കിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചെങ്കിലും കറണ്ട് വരുത്തും. ഞാന് ഇത്തിരി ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കുടിച്ച് സുഖമായിട്ട് കൊണ്ട് ഇരിക്കാം. നോക്കൂ, ചിന്ത മാറിയപ്പോ എൻ്റെ മൂഡും മാറി. ക്യാരറ്റ് ജ്യൂസ് ഞാൻ കുടിച്ചു. ചുമ്മാ കാണിച്ചെന്നേ ഉള്ളൂ. നീ അതിൽ കയറി കൊതി വിടണ്ട. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട ഒരു കാര്യം, ഇമോഷൻസ് ചേഞ്ച് വിത്ത് ന്യൂ ഇൻഫർമേഷൻ. വികാരങ്ങൾ മാറും പുതിയ അറിവുകൾ നാം നമ്മുടെ മനസ്സിന് കൊടുത്താൽ. ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഉസ്താദായ ഡാനിയൽ ഗോൾമാൻ പറഞ്ഞതായി കരുതപ്പെടുന്ന ഒരു തമാശയുണ്ട്. Only when a mosquito lands on your testicles, you will learn that there is always a way to solve a problem without involving your emotions. ശരിയല്ലേ? ഒരു ഇമോഷനും ഉൾപ്പെടുത്താതെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു മാർഗമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയമാണ് കൊതുക് അവിടെ വന്നിരുന്നാൽ. നമ്മൾ സാധാരണ കൊതുക് വന്നിരുന്നാൽ നമ്മൾ ഇങ്ങനെ അടിക്കും. ഡാനിയൽ ഗോൾമാൻ പറഞ്ഞ സാഹചര്യത്തിൽ കൊതുകിനെ നമ്മൾ ഇങ്ങനെ അടിച്ചാൽ ഇന്നൊരു പാർട്ടിസിപ്പന്റ് അപ്രത്യക്ഷമാവും. അവസാനം സെഷൻ കഴിഞ്ഞ് ചാറ്റ് ബോക്സിൽ
ബാഷ്പാഞ്ജലി എന്ന് എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും. ആ ഉദാഹരണം വിടൂ. നമ്മുടെ കുഞ്ഞിന്റെ കണ്ണിലാണ് ഒരു കൊതുക് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ചിന്ത മാറ്റും. സാധാരണ നമ്മൾ ഇങ്ങനെ അടിക്കുന്നത് പോലെ നമ്മൾ ആ കൊതുകിനെ അടിക്കത്തില്ല. കാരണം നമ്മളൊരു പുതിയ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരും. ഇതെന്റെ കുഞ്ഞാണ്, കണ്ണിൽ ഞാൻ ഇങ്ങനെ അടിച്ചാൽ ഇറ്റ് വിൽ ഡാമേജ് ഹിസ് ഐസ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് ജിം ബുച്ചർ പറഞ്ഞ വളരെ മനോഹരമായ ഒരു വാക്യം എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ശ്രോതാക്കളുടെ കേൾവിക്കാരുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ജിം ബുച്ചർ പറഞ്ഞു, എനി ഇമോഷൻ ഈസ് അൻ ഇമോഷൻ. അടുത്ത വരി, എനി ഇമോഷൻ ഈസ് ജസ്റ്റ് അൻ ഇമോഷൻ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ബാഡ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ചില ഇമോഷൻസിനെ കൊള്ളാം, നല്ലതെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു, ചില ഇമോഷൻസിനെ മോശം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. സൈക്കോളജിസ്റ്റുകൾ പോലും പല സിദ്ധാന്തങ്ങളിൽ പോലും നമ്മൾ ഇത് കാണുന്നു. ജിം ബുച്ചർ പറയുന്നു, എനി ഇമോഷൻ ഈസ് ജസ്റ്റ് അൻ ഇമോഷൻ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, നല്ലതുമല്ല ചീത്തയുമല്ല. അടുത്ത വരി കേട്ടോളൂ, വാട്ട് യു ഡു വിത്ത് ഇറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഇമോഷന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വാട്ട് യു ഡു വിത്ത് an emotion is important. You can make use of your emotion to make you better or bitter. നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബെറ്ററുമാകാം, മെച്ചപ്പെടുകയും ചെയ്യാം, ബിറ്ററുമാക്കാം, കയ്പുള്ളതുമാക്കാം നിങ്ങളുടെ ജീവിതം. ആ ഇടയ്ക്കുള്ള വരിയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരു വികാരം എന്റെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനെ തുടർന്ന് ഞാൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആഡം സിസിൻസ്കി എന്ന സൈക്കോളജിസ്റ്റ് പറയുന്നു, യു മേഡ് യുവർ സെൽഫ് ആംഗ്രി. വളരെ ബോധപൂർവം, വളരെ വളരെ ശ്രദ്ധയോടെ അദ്ദേഹം അടുക്കി വച്ചിരിക്കുന്നു വാക്കുകൾ. നോക്കൂ, യു മെയ്ഡ് യുവർ സെൽഫ് ആംഗ്രി. നമ്മൾ അങ്ങനെയല്ലല്ലോ പറയാറുള്ളത്. എന്റെ ഭാര്യ എന്നെ ദേഷ്യം പിടിപ്പിച്ചു, ഉച്ചത്തിലുണ്ടാകുന്ന ശബ്ദം എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു, അയൽക്കാരന്റെ അസഭ്യം പറച്ചിൽ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു. പക്ഷെ ആഡം സിസിൻസ്കി പറയുന്നു, യു മെയ്ഡ് യുവർ സെൽഫ് ആംഗ്രി. നീ നിന്നെ കുപിതനാക്കി. എങ്ങനെ? രണ്ട് കാര്യങ്ങൾ. ബിക്കോസ് ഓഫ് ഹൗ യു പെർസീവ്ഡ് ദ സിറ്റുവേഷൻ. സാഹചര്യത്തെ നീ എങ്ങനെ കണ്ടു എന്നതിനെ അടിസ്ഥാനമാക്കി. ഒന്നുകൂടെ ഉണ്ട്, ഓർ ബിക്കോസ് ഓഫ് ഹൗ യു ചോസ് ടു റെസ്പോണ്ട് ടു ഇറ്റ്. അതീവ ഹൃദ്യം, അതീവ മനോഹരം. നിനക്ക് ദേഷ്യം വന്നെങ്കിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നീ എങ്ങനെ ഒരു സാഹചര്യത്തെ പെർസീവ് ചെയ്തു, കണ്ടു. രണ്ട്, നീ എങ്ങനെ ആ സാഹചര്യത്തോട് പ്രതികരിക്കാനുള്ള ചിന്തകൾ തെരഞ്ഞെടുത്തു. ഓർക്കുക, നീ അത്തരത്തിൽ ചിന്തകൾ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അതനുസരിച്ചുള്ള വികാരങ്ങൾ നിന്റെ മനസ്സിൽ ചേക്കേറിയത്. എപ്പോഴും ഓർക്കണം, യു മെയ്ഡ് യുവർ സെൽഫ് ആംഗ്രി ബിക്കോസ് ഓഫ് ഹൗ യു പെർസീവ്ഡ് ദ സിറ്റുവേഷൻ ഓർ ബിക്കോസ് ഓഫ് ഹൗ യു ചോസ് ടു റെസ്പോണ്ട് ടു ഇറ്റ്. ഞാനാണ് ഉത്തരവാദി, ഞാൻ മാത്രം. അതുകൊണ്ടാണ് ഏണസ്റ്റ് എബോവ എന്ന സൈക്കോളജിസ്റ്റ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നു, ആർ യു പോപ്കോൺ ഓർ പോപ്കോൺ മെഷീൻ? ഇനി ദേഷ്യം വരുമ്പോ, സങ്കടം വരുമ്പോ, നിരാശ വരുമ്പോ സ്വയം ചോദിക്കണം, ഞാനിപ്പോൾ പോപ്കോൺ ആണോ പോപ്കോൺ മെഷീൻ ആണോ? ഫിലിമൊക്കെ കാണാൻ പോകുന്നവരാണ് നമ്മൾ. അവിടെ ഈ കുന്ത്രാണ്ടമുണ്ട്, പോപ്കോൺ മെഷീൻ. കുറെ പോപ്കോൺ എടുത്ത് ഈ മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പോപ്കോണിന്റെ റോള് തീർന്നു. പിന്നെ സകലതും മെഷീൻ തീരുമാനിക്കും. പോപ്കോണിനെ ഒരു പരുവത്തിലാക്കി നമുക്ക് 100 രൂപയ്ക്ക് ഇങ്ങ് കൈ തരും. മെഷീനാണ് എല്ലാം ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മെഷീൻ പോലെ അങ്ങ് പ്രവർത്തിപ്പിക്കും. ഓർക്കുക, ഏണസ്റ്റ് എബോവ നമ്മളോട് ആവശ്യപ്പെടുന്നു, നമ്മൾ ഇത് തിരിച്ചു വയ്ക്കണം. നമ്മൾ പോപ്കോൺ മെഷീൻ ആകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പോപ്കോൺ ആകണം. എന്ന് വച്ചാൽ ഞാൻ തീരുമാനിക്കണം
എന്റെ ജീവിതത്തിലുള്ള സംഭവങ്ങൾ എന്നെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്. അല്ലാതെ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. ഏണസ്റ്റ് ബോവ ഒരു വരി കൂടെ പറയുന്നു, ഇഫ് യു ലീവ് യുവർ ലൈഫ് based on the whims and caprices of other people, you will be like the popcorn in the popcorn machine. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച്, തീരുമാനങ്ങൾക്കനുസരിച്ച്, സംഭവങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പോപ്കോൺ മെഷീനകത്ത് വീഴപ്പെട്ട പോപ്കോൺ പോലെ ആയി. അതുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചത്, ആർ യു പോപ്കോൺ ഓർ പോപ്കോൺ മെഷീൻ? നല്ലൊരു ട്രിക്കാണ്. നമ്മുടെ വികാരങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് നമുക്ക് സന്ദേഹം ഉണ്ടാകുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ചോദിക്കാം, ഇപ്പോൾ ഞാൻ പോപ്കോൺ ആണോ പോപ്കോൺ മെഷീൻ ആണോ? മൈ ഡിയറസ്റ്റ് ഏഞ്ചൽസ്, ഇതൊരു പാലമാണ്, ഒരു ഇമോഷണൽ ബ്രിഡ്ജാണ്. ഒരു അൺപ്ലസന്റ് ഇമോഷൻ, അതിൽ നിന്നും നമ്മൾ മുന്നോട്ട് നീങ്ങി പ്ലസന്റ് ആയ ഒരു ഇമോഷനിലേക്ക് യാത്ര ചെയ്യണം, മുന്നോട്ട് തന്നെ യാത്ര ചെയ്യണം. പക്ഷെ പലപ്പോഴും നമ്മൾ നിന്നിടത്ത് തന്നെ നിൽക്കും. അതുകൊണ്ടാണ് TF ഹോഡ്ജ് പറഞ്ഞത്, യു വിൽ നെവർ ക്രോസ് ആൻ ഇമോഷണൽ ബ്രിഡ്ജ് ഇഫ് യു കീപ് ഓൺ റഷിംഗ് ടു വൺ സൈഡ്. ഒരു വശത്തേക്ക് തന്നെ നിങ്ങൾ ഓടിക്കൊണ്ടിരുന്നാൽ മറുകര എത്തത്തില്ല. മറുകരയാണ് പ്ലസന്റ് ഇമോഷൻ. നമ്മൾ മുന്നോട്ട് നീങ്ങണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ മുന്നോട്ട് നീങ്ങണം എന്ന് ഹോഡ്ജ് നമ്മളോട് ആവശ്യപ്പെടാൻ കാരണം, കെവിൻ ഡൊണാൾഡ്സൺ പറയുന്നു, നോ വൺ ഹാസ് ദ റൈറ്റ്സ് ടു കൺട്രോൾ യുവർ ഇമോഷൻസ്, തോട്ട്സ് ആൻഡ് ആക്ഷൻസ് അൺലെസ് യു ലെറ്റ് ദം. ഒരിക്കൽ കൂടി, നോ വൺ ഹാസ് ദ റൈറ്റ്, ഈ ലോകത്തുള്ള ആർക്കും തന്നെ അവകാശമില്ല, ടു കൺട്രോൾ, നിയന്ത്രിക്കുവാൻ. എന്തൊക്കെ? യുവർ ഇമോഷൻസ്, നിങ്ങളുടെ വികാരങ്ങൾ, തോട്ട്സ്, ചിന്തകൾ, ആൻഡ് ആക്ഷൻസ് അൺലെസ് യു ലെറ്റ് ദം, നിങ്ങൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ, ഞാൻ അനുവദിച്ചാൽ മറ്റുള്ളവർക്ക് എന്റെ ഇമോഷൻസിനെ നിയന്ത്രിക്കാം, ഞാൻ അനുവദിച്ചാൽ മറ്റുള്ളവർക്ക് എന്റെ ചിന്തകളെ നിയന്ത്രിക്കാം, ഞാൻ അനുവദിച്ചാൽ മാത്രം മറ്റുള്ളവർക്ക് എന്റെ പ്രവർത്തികൾ നിയന്ത്രിക്കാൻ പറ്റും. തോമസ് മൂറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഹെൻറി എട്ടാമൻ അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ഹെൻറി എട്ടാമന് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു തോമസ് മൂർ. മരിക്കുന്നതിന് അല്പം മുമ്പ് തോമസ് മൂർ കാവൽക്കാരോട് പറഞ്ഞു, രാജാവിനോട് ചെന്ന് പറയൂ, ഞാൻ എന്റെ തീരുമാനങ്ങൾ മാറ്റിയിരിക്കുന്നു. കാവൽക്കാർ ഓടിച്ചെന്ന് രാജാവിനെ ധരിപ്പിച്ചു, തോമസ് മൂർ ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻസ്. രാജാവിനും സന്തോഷമായി. എന്റെ സുഹൃത്ത് തീരുമാനം മാറ്റി, മരണശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാമല്ലോ എന്ന് കരുതി രാജാവ് തടവറയിൽ കിടക്കുന്ന തോമസ് മൂറിനെ കാണാനെത്തി. ഹെൻറി എട്ടാമൻ തോമസ് മൂറിനോട് ചോദിച്ചു, എന്താണ് തീരുമാനം മാറ്റിയത്? തോമസ് മൂർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തോമസ് മൂറിന് അപ്പോൾ താടി ഉണ്ടായിരുന്നു. തോമസ് മൂർ പറഞ്ഞു, ഞാൻ ആദ്യം വിചാരിച്ചത് മരിക്കുന്നതിന് മുമ്പ് ഈ താടി ക്ഷൗരം ചെയ്ത് കളയാമെന്നാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു താടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം, മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു, എന്റെ മരണം എന്റെ ഇമോഷൻസിനെ, എന്റെ ചിന്തകളെ, എന്റെ പ്രവർത്തികളെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ തോമസ് മൂർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ അവസരത്തിൽ ഇങ്ങനെ ഹാസ്യാത്മകമായി വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന തന്റെ മരണത്തെ അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. പക്ഷെ നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങൾ മാറുന്നതിന് വേണ്ടി കാത്തു നിൽക്കും. ഇപ്പൊ തന്നെ പത്രങ്ങളിൽ പറഞ്ഞു തുടങ്ങി, ഓഗസ്റ്റ് ആവുമ്പോൾ കൊറോണ മാറും, എവരിത്തിങ് വിൽ ബി ഓക്കെ. അപ്പോൾ മറ്റൊരു സംഘടന എന്ന് പറയും, ഓഗസ്റ്റ് അല്ല, സെപ്റ്റംബർ പകുതിയാവും, ഒക്ടോബർ ആകുമ്പോൾ ഒന്നും പേടിക്കാനില്ല, ബിസിനസ് ഒക്കെ മെച്ചപ്പെടും, സ്വർണത്തിന്റെ വില കുറയും. സാഹചര്യങ്ങൾ മാറുമ്പോൾ എല്ലാം ശരിയാകും, നമ്മൾ കാത്തിരിക്കുവാണ്. നോ, ബി കാം ആകണമെങ്കിൽ സാഹചര്യങ്ങളെ നാം പരിഗണിക്കുകയേ ചെയ്യരുത്, അരുത്. അതുകൊണ്ടാണ് ബഷാർ എന്ന സൈക്കോളജിസ്റ്റ് പറയുന്നു, വളരെ മനോഹരമായി പറയുന്നു,
സാഹചര്യങ്ങൾ മാറുമ്പോൾ ഞാൻ ശരിയാകും എന്ന് ചിന്തിക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ആദ്യം എന്റെ പ്രതിബിംബം ചിരിക്കട്ടെ, പിന്നെ ഞാൻ ചിരിക്കാം എന്ന് പറയുന്നത് പോലെയാകും. വാച്ചിങ് ദ സർക്കംസ്റ്റൻസസ് ടു ചേഞ്ച് സോ യു ഫീൽ ഗുഡ് ഈസ് ലൈക്ക് ലുക്കിംഗ് അറ്റ് ദ മിറർ ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ റിഫ്ലക്ഷൻ ടു സ്മൈൽ ഫസ്റ്റ്. നമുക്കറിയാം, ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആദ്യം ചിരിക്കേണ്ടത് ഞാനാണ്. ഞാൻ ചിരിച്ചതിന് ശേഷം മാത്രമേ എന്റെ റിഫ്ലക്ഷൻ, ഞാൻ ചിരിക്കുമ്പോഴേ എന്റെ റിഫ്ലക്ഷൻ ചിരിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ബി കാം ആകണമെങ്കിൽ, കാംനെസ് എന്നൊരവസ്ഥ എന്നിൽ സംജാതമാകണമെങ്കിൽ ഐ ഹാവ് ടു ആക്ട്. എന്റെ കാംനെസ് ഭഞ്ചിക്കപ്പെടുകയാണെങ്കിൽ ഐ ഹാവ് ടു ആക്ട്. ഞാൻ ചുറ്റും നോക്കി കുറ്റക്കാരെ കണ്ടെത്തേണ്ടതില്ല. അപ്പോൾ ന്യായമായും ഒരു ചോദ്യം ഉയരും. ഒരു അൺപ്ലസന്റ് ഇമോഷൻ പ്ലസന്റ് ഇമോഷൻ ആക്കാൻ നമ്മളെ തടസ്സം നിൽക്കുന്നത് എന്ത്? ഡിങ്ക് മേയർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട വ്യക്തിയാണ്. ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു 6 എക്സ്ക്യൂസസ് ഉണ്ട്, 6 ഒഴിവ് കഴിവുകളുണ്ട് മനുഷ്യന് ബി കാം ആകാതിരിക്കാൻ. 1, ഹീ മെയ്ഡ് മീ, ഷീ മെയ്ഡ്. സിമ്പിളായി അദ്ദേഹം പറഞ്ഞു, അവൻ എന്റെ മൂഡ് കളഞ്ഞു, ഇവൾ എന്റെ മൂഡ് കളഞ്ഞു. എന്റെ ഭാര്യയാണ് എന്നെ പ്രകോപിപ്പിച്ചത്, അവനാണത് തുടങ്ങിയത്. എന്റെ ഓഫീസർ എന്നെ ചൊറിഞ്ഞു, ഞാനും തിരിച്ചു ചൊറിഞ്ഞു. എന്റെ അമ്മായിയമ്മ എന്നെ കല്ലുപറക്കി എറിഞ്ഞു, ഞാൻ തിരിച്ച് ചുടുകട്ട എടുത്ത. ഹീ മെയ്ഡ് മീ, ഷീ മെയ്ഡ് മീ. ഹിറ്റ്ലർ എന്നൊരു ചലച്ചിത്രം കണ്ടിട്ടുണ്ടാകും. അതിൽ സോമൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് പറയുന്നുണ്ട്, അവൾ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണരുമായിരുന്നു, കുറ്റം മൊത്തം അവക്കാണ്. എപ്പടി? എനിക്കൊരു കുഴപ്പമില്ല, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണരുമായിരുന്നു. ഹിറ്റ്ലർ കാണാത്തവർ ആ ഉദാഹരണം വിട്ടേക്കുക. മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ടാവും. അതിൽ നാഗവല്ലി ചോദിക്കുന്നുണ്ട്, വിടമാട്ടെ നീ എങ്കേയും വിടമാട്ടെ, അല്ലിയുടെ ആഭരണവും അരഞ്ഞാണവും വാങ്ങിക്കുന്ന നീ വിടമാട്ടെ. കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്കും തോന്നിപ്പോവും, എടാ നകുല, നിനക്ക് അവളെ വിട്ടുകൂടെ? നീ കാരണമല്ലേ അവള് വരുന്ന ദുർഗാഷ്ടമി തോം 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 എന്ന് പറഞ്ഞ് കളിക്കാൻ പോകുന്നു. നകുലനെ നമ്മൾ നോക്കും, വിട്, കുഴപ്പമില്ലാതെ അവള് പോയി അല്ലിക്ക് ആഭരണം വാങ്ങിച്ചോണ്ട് വരട്ടെ. നോ, അല്ലിയുടെ മൂഡ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നകുലനല്ല പ്രശ്നം, അത് നകുലനല്ല പ്രശ്നം, അകവല്ലിയാണ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഫോർബിഡൻ ഫ്രൂട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, വിലക്കപ്പെട്ട കനി. ഏദൻ തോട്ടത്തിലെ ഒരു ഫലം ഭക്ഷിക്കരുതെന്ന് ദൈവം ആവശ്യപ്പെട്ടു. പക്ഷേ ആദവും ഹവ്വയും അത് ഭക്ഷിച്ചു. തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദൈവം ആദത്തോട് ചോദിക്കുന്നു, നീ എന്തിന് ആ കനി ഭക്ഷിച്ചു? ഉടനെ ആദം പറയുവാണ്, നീ എനിക്ക് ഇണയായി തന്ന ലവള് എന്നെ പറ്റിച്ചു, അവൾ എന്നെ പറ്റിച്ചു. ഹവ്വയോട് ദൈവം ചോദിച്ചു, വൈ ഡിഡ് യു? ഹവ്വ പരപരാ നോക്കിയപ്പോൾ ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നുണ്ട്. ഹവ്വ ഒരു ഉളുപ്പും ഇല്ലാതെ പറഞ്ഞു, സർപ്പം എന്നെ ചതിച്ചു. ഇന്നു മുതൽ തീരുമാനമെടുക്കുക, എന്റെ മൂഡ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹീ മെയ്ഡ് മീ, ഷീ മെയ്ഡ് മീ, ഞാൻ പറയത്തേയില്ല. ഹീ മെയ്ഡ് മീ, ഷീ മെയ്ഡ് മീ നമ്മുടെ ശാന്തതയെ ഇല്ലാതാക്കുന്ന ഒരു എക്സ്ക്യൂസാണ്. അടുത്ത എക്സ്ക്യൂസ് ചൊല്ലട്ടുമാ, ഐ ലോസ്റ്റ് മൈ ടെമ്പർ. എന്റെ മൂഡ് അങ്ങ് നഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ മൂഡ് നഷ്ടപ്പെട്ടു. വളരെ മര്യാദയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ഭാര്യയുടെ ഒരു കമന്റ്, എന്റെ കൺട്രോൾ അങ്ങ് പോയി കേട്ടോ. എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടാൽ ഡിങ്കുമേർ ചോദിക്കുന്നു, ഇത് നിങ്ങളുടെ പോക്കറ്റിനകത്ത് വച്ചിരുന്ന എന്തോ സാധനമാണെന്ന് തോന്നിപ്പോകും, നിങ്ങളുടെ പേഴ്സിനകത്ത് വെച്ച ഏതോ ഒരു വസ്തുവാണെന്ന് തോന്നിപ്പോകും, നിങ്ങളുടെ സഞ്ചിക്കകത്ത് വെച്ച ഏതോ ഒരു വസ്തുവാണെന്ന് തോന്നിപ്പോകും. തേപ്പ് കിട്ടിയ കാമുകൻ ഡിപ്രഷനൊക്കെ കഴിഞ്ഞ്
ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് നോക്കാൻ എത്തിയപ്പോ തേച്ചോണ്ട് പോയ കാമുകിയുടെ ഹണിമൂൺ ഫോട്ടോ കാണുമ്പോൾ പറയും, എന്റെ മൂഡ് പോയി. ഇവൻ പോക്കറ്റിനകത്ത് വെച്ചിരുന്നതാണോ എന്റെ മൂഡ്? ഡിങ്ക് മേയർ ചോദിക്കുന്നു. ഇതൊരു എക്സ്ക്യൂസ് ആണ് ഐ ലോസ്റ്റ് മൈ ടെമ്പർ എന്ന് പറയുന്നത്. അടുക്കളയിൽ നിന്ന കൊച്ചമ്മ വേലക്കാരിയോട് പറഞ്ഞു, എടിയേ ആ ഇറച്ചി മസാല ഇങ്ങോട്ട് എടുക്ക്. ഇത് കേട്ടോണ്ട് നിന്ന പൂച്ച പറഞ്ഞു, അടിപൊളി മൂഡ്, ഇറച്ചി മസാല. അപ്പോഴാണ് കൊച്ചമ്മയുടെ അടുത്ത കമന്റ്, സോയാബീൻ കറി വെച്ചിട്ട് കുറെ നാളായി. പെട്ടെന്ന് പൂച്ച പറയും, പൂച്ചയുടെ ഭാര്യയോടെങ്കിലും പറയും, എല്ലാ മൂടും പോയി. പൂച്ചയുടെ സഞ്ചിക്കകത്ത് വെച്ചിരുന്ന ഒരു വസ്തുവല്ല ഈ മൂഡ് എന്ന് പറയുന്നത്. നഷ്ടപ്പെടാൻ ഇതൊരു വസ്തുവല്ല. അതുകൊണ്ടാണ് ഡോക്ടർ റുഡോൾഫ് വളരെ വ്യക്തമായി പറയുന്നു, വി ഡു നോട്ട് ലൂസ് അവർ ടെമ്പർ, വി ത്രോ ഇറ്റ് അവേ. ലൂസ് വൺസ് ടെമ്പർ എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗം പോലും ഉണ്ട്. പക്ഷെ റുഡോൾഫ് എന്ന സൈക്യാട്രിസ്റ്റ് പറയുന്നു, നമ്മൾ നമ്മുടെ മൂഡ് നഷ്ടപ്പെടുത്തുന്നതല്ല, നമ്മൾ അതിനെ വലിച്ചെറിയുന്നതാണ്. വി ഡു നോട്ട് ലൂസ് അവർ ടെമ്പർ ബട്ട് വി ത്രോ ഇറ്റ് അവേ. മൂന്നാമത്തെ എക്സ്ക്യൂസ് പറയട്ടുമാ? സംതിങ് കെയിം ഓവർ മീ. എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ എന്റെ സംസാരം തുടങ്ങിയപ്പോ ഒരു ഉദ്യോഗസ്ഥയുടെ മരണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഇന്നലെ ഫേസ്ബുക്കിൽ വന്ന പല മെസ്സേജുകളിലും പറഞ്ഞത്, അവരുടെ ഭർത്താവ് അവരെ വേർപിരിഞ്ഞപ്പോൾ അവരുടെ മാനസിക സന്തുലിതാവസ്ഥയ്ക്ക് ഭംഗം നേരിട്ടു. ശരിയാണ്. മരണം, ഒരാളുടെ വിയോഗം, അസുഖം, കൊടിയ സാമ്പത്തിക തകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഈയിടെ വളരെയധികം വലിപ്പമുള്ള വീടുണ്ടാക്കിയ ഒരു വ്യക്തി സാമ്പത്തിക പരാധീനത അദ്ദേഹത്തെ നോക്കി കണ്ണുരുട്ടിയപ്പോ ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു. ഇവരെല്ലാവരും പറയും, സംതിങ് കെയിം ഓവർ മീ. ഈ പറയുന്ന ഞാനും ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം, സംതിങ് കെയിം ഓവർ മീ. പക്ഷെ ഡിങ്ക് മേയർ പറയുന്നു, ഇതൊരു എക്സ്ക്യൂസ് ആണ്. ശാന്തത എന്റെ മനസ്സിൽ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറയുന്ന എക്സ്ക്യൂസ് ആണ് സംതിങ് കെയിം ഓവർ മീ. ഒരു വെള്ളപ്പൊക്കം വരുമ്പോ, തീപിടുത്തം വരുമ്പോ, ഭൂമി കുലുക്കം വരുമ്പോൾ ഇത് ലെജിറ്റിമേറ്റ് ആണ്, പറയാം, ഒരു വലിയ സംഭവം നടന്നു, എ ഫ്ലഡ് ഹാപ്പൻഡ് ഇൻ മൈ വില്ലേജ്. പക്ഷെ നമ്മൾ അങ്ങനെയാണോ പലപ്പോഴും പ്രതികരിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി, എനിക്ക് തിരികെ നൽകുന്നില്ല, എന്നെ പറ്റിച്ചു. ഞാൻ വർഷങ്ങളോളം താരാട്ട് പാടുന്നത് പോലെ പാടി നടക്കും, എന്റെ സാമ്പത്തിക നില ഇങ്ങനെ ആക്കിയത് രമണനാണ്. ഞാൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന എന്റെ 2 ലക്ഷം രൂപയും അടിച്ചെടുത്തോണ്ട് പോയി എന്റെ ജീവിതത്തിനെ ഇങ്ങനെ ആക്കിയത് അവനാണ്. സംതിങ് കെയിം ഓവർ മീ. കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു. ആ കുട്ടിയും ചിന്തിച്ചിട്ടുണ്ടാവും, സംതിങ് കെയിം ഓവർ മീ, സോ ഐ എം നോട്ട് കാം. ഡിങ്ക് മേയർ പറയുന്നു, ഈ ചിന്ത മനസ്സിൽ നിന്നും പിഴുതെടുത്ത് കളയും. ഉണ്ടായ ആശുപത്രിയിൽ ഒരു യുവാവ് 2-3 പല്ലൊക്കെ പോയി, ഒരു കൈയൊക്കെ ഒടിഞ്ഞ് കിടക്കുവാണ്. സുഹൃത്ത് എന്ന് ചോദിച്ചു, എന്ത് പറ്റിയടാ മച്ചമ്പി? സുഹൃത്ത് പറഞ്ഞു, എന്റെ പരിക്കല്ല പ്രശ്നം, ഞാൻ അപമാനത്തിന്റെ പടുകുഴിയിലാണ്. ഇനി ഞാൻ കേരളത്തിൽ നിൽക്കുന്നില്ല. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ ഏതെങ്കിലും ട്രെയിനിൽ കയറി ഗുജറാത്ത് ഗീർവനത്തിലെ സിംഹത്തിന് പല്ല് തേച്ച് കൊടുക്കുന്ന ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, അതങ്ങ് ജോയിൻ ചെയ്യും. എന്തു പറ്റി? ഒന്ന് പെണ്ണ് കാണാൻ പോയതാണ്. പെണ്ണ് കാണാൻ പോയപ്പോ 3 പല്ലും പോയി, കൈ ഒടിഞ്ഞ. അപ്പൊ സുഹൃത്ത് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും മച്ചമ്പി, മാസ്കും വെച്ചുകൊണ്ടാണ് പെണ്ണ് നിന്നത്. മുഖം കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഗതികേടിന് ചോദിച്ചു പോയി, ഒന്ന് അഴിച്ചു കാണാൻ പറ്റുമോ? പിന്നെ ഒന്നും ഓർമ്മയില്ല, OP ടിക്കറ്റും ഈ വാർഡും മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അടി കിട്ടി, പല്ലുപോയി, അപമാനിതനായി.
അതുകൊണ്ട് ഞാൻ ആളെ കേരളത്തിൽ നിന്നും പോവുകയാണ്. ഞാൻ ഗുജറാത്തിൽ പോയി സിംഹത്തിന് പല്ല് തേച്ച് കൊടുത്ത് ജീവിക്കും. ആത്മഹത്യ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഈ വാക്യം പറയുന്നുണ്ടാവും. സംതിങ് കെയിം ഓവർ മീ, ഐ എം നോട്ട് അറ്റ് ഓൾ കാം. അതുകൊണ്ട് ഞാൻ ഈ ജീവിതത്തിൽ നിന്ന് പോകുന്നു. അടുത്ത എക്സ്ക്യൂസ്, ഐ ആം നോട്ട് മൈസെൽഫ്. ഇത് ഞാനല്ല, എന്റെ സ്വസ്ഥത പോയിരിക്കുന്നു. ഇത് ഞാനല്ല, ഐ ആം നോട്ട് മൈസെൽഫ്. ഇന്ന് എന്നോട് സംസാരിക്കരുത്, ഐ ആം നോട്ട് മൈസെൽഫ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വാക്യം. ഒരു പ്രശസ്ത വ്യക്തി പറയാണ്, സാധാരണ ഞാൻ 10 കിലോമീറ്റർ ആണ് ഓടാറുള്ളത്. മൂഡ് പോകുമ്പോ പിന്നെ ഒരു 5 കിലോമീറ്റർ ഓടും. നല്ല മൂഡാണെങ്കിൽ 25 കിലോമീറ്റർ വെച്ച് പിടിക്കും. കണ്ടോ, മൂഡ് മാറുന്നതിനനുസരിച്ച് ഓട്ടം മാറുന്നതിനാണ്. ഡിങ്കുമേർ ചോദിക്കുന്നു, ഇഫ് യു ആർ നോട്ട് യുവർ സെൽഫ് ദെൻ ഹു ആർ യു? നീ അല്ലെങ്കിൽ പിന്നെ നീ ആര്? എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറയുന്നു, ബി യുവർ സെൽഫ് പബ്ലിക്കലി, പ്രൈവറ്റ്ലി ആൻഡ് പേഴ്സണലി. ബി യുവർ സെൽഫ് പ്രൈവറ്റ്ലി, പബ്ലിക്കലി ആൻഡ് പേഴ്സണലി. ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ ഇങ്ങനെയാണോ? വീട്ടിൽ ഗ്രീക്ക് ഭാഷയായിരിക്കും ഭാര്യയോട് സംസാരിക്കുക. ചില പ്രത്യേക അക്ഷരങ്ങൾ തുടങ്ങുന്ന പ്രത്യേക പദങ്ങൾ, മോനെ മോളെ എന്നൊക്കെ അവസാനിക്കുമായിരിക്കും. പുറത്തിറങ്ങുമ്പോഴോ തങ്കപ്പൻ. ഡിങ്കുമേർ പറയുന്നു, ബി യുവർ സെൽഫ് പ്രൈവറ്റ്ലി, പബ്ലിക്കലി, പേഴ്സണലി. യു വിൽ ബി കാം. യു വിൽ ബി കാം. ഐ ആം മൈസെൽഫ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുമ്പോൾ പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് ആയിട്ടും പേഴ്സണലായിട്ടും ഐ ക്യാൻ ബി മൈസെൽഫ്. അഞ്ചാമത്തെ എക്സ്ക്യൂസ്, ഐ വിൽ ട്രൈ. ഞാൻ ശ്രമിക്കാം. പല കൗൺസിലിംഗ് സെഷൻസിൽ വരുമ്പോഴും തെറാപ്പിസ്റ്റ് പറയും, ഇനി മുതൽ ഈ ടെക്നിക്സ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യണം, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കണം. അപ്പോ രണ്ടുപേരും പറയുന്ന ഒരു വാക്യമുണ്ട്, നമ്മൾ ശ്രമിക്കും. ഡിങ്കുമേർ പറയുന്നു, നിങ്ങൾ ശ്രമിക്കണ്ട. ഡു ഓർ ഡോണ്ട് ഡു, നെവർ ട്രൈ. ഒന്നുകിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, ശ്രമിക്കാൻ നിൽക്കണ്ട. ഓർത്തു നോക്കൂ, പലപ്പോഴും നമ്മൾ പറയും, ഞാൻ ശ്രമിക്കും, നാളെ മുതൽ ഞാൻ 5 കിലോമീറ്റർ നടക്കാൻ ശ്രമിക്കും. എവിടെ? പലപ്പോഴും നമുക്ക് പറ്റാറില്ല. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബാലിയിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ചൂലും കൊണ്ടുപോകാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ സ്കൂളിൽ ചെന്ന് പരിസരമൊക്കെ കുഞ്ഞുങ്ങൾ തന്നെ തൂത്ത് വൃത്തിയാക്കും. ഇത് കേട്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്ക് ഇന്നു മുതൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബിലെ എല്ലാ പേരും ചൂലും കൊണ്ട് പുറത്തിറങ്ങണം, നമുക്ക് പരിസരമൊക്കെ വൃത്തിയാക്കണം. എന്തായിരിക്കും നിങ്ങൾ ഉടനെ പറയുന്നത്? വി വിൽ ട്രൈ. വി വിൽ ട്രൈ. ഡിങ്കുമേർ പറയുന്നു, വി വിൽ ട്രൈ എന്ന് പറയുന്നത് പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഉപായമാണ്. ഒന്നുകിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുക. എന്താണ് അതിന്റെ ഫലം? വി വിൽ ബി കാം. വി വിൽ ബി കാം. ഒരു ഉദാഹരണം പറയാം. ഒരാൾ എന്നോട് കടം ചോദിക്കുന്നു എന്ന് കരുതുക. എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല, പക്ഷെ ഞാൻ എന്ത് പറയും? ഐ വിൽ ട്രൈ. അടുത്ത ദിവസം ദൂരെ നിന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ എന്റെ കാംനെസ് പോവും. ഞാൻ ഏതെങ്കിലും മുറുകാൻകടയുടെ പതുങ്ങി നിൽക്കും, അയാളൊന്ന് പോയി കിട്ടാൻ. പോയതിനു ശേഷം ഞാൻ മുന്നോട്ട് നടക്കും. കണ്ടോ? നേരെ മറിച്ച് കാശുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് നോക്കി ഒരു ബ്യൂട്ടിഫുൾ നോ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം വരുമ്പോ എനിക്ക് സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കാമായിരുന്നു. അവസാനത്തെ എക്സ്ക്യൂസ് ഇതാണ്, യെസ് ബട്ട്. യെസ് ബട്ട്. നീ വ്യായാമം ചെയ്താൽ ഈ ഉണ്ണിക്കൊടവിറക്കം ഒന്ന് ഒതുങ്ങും, നന്നായിരിക്കും. കൂട്ടുകാരൻ ഇത് പറയുമ്പോ ഞാൻ പറയുകയാണ്, നീ പറയുന്നതൊക്കെ ശരിയാണ്, എന്നാലേ സമയമില്ല, അതാണ് പ്രശ്നം. യെസ് ബട്ട്. ഉച്ചത്തിൽ പറയുമ്പോൾ നീ വാക്യകത്ത് ഒരു കവൾ വെള്ളം എടുത്തിട്ട് വെറുതെ ഇരുന്നാ മതി. കൂട്ടുകാരൻ പറയുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ആള് പറയും, നല്ല ആശയം, പക്ഷെ എന്നാലേ ഞാൻ ഇടയ്ക്ക് വെള്ളം എടുത്തിട്ട് അങ്ങ് തുപ്പിപ്പോയി, അറിയാതെ തുപ്പിപ്പോ. യെസ് ബട്ട്. ഡിങ്കുമേർ പറഞ്ഞ
ഈ 6 എക്സ്ക്യൂസസ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും നാം ഉരുവിടരുത്, പ്രയോഗിക്കരുത്. ഇത് വേണമെങ്കിൽ നമ്മുടെ ചുമരിലോ ഒരു ചെറിയ വൈറ്റ് ബോർഡ് വാങ്ങി അതിൽ എഴുതി വെക്കുകയോ ആകാം. കുടുംബാംഗങ്ങളുമായി ചർച്ച ചെയ്യാം, പരസ്പരം തിരുത്താം. ഇതൊരു ശീലമായി കഴിഞ്ഞാൽ ഈ 6 എക്സ്ക്യൂസസും നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി വിട പറയും. We will always be calm. നമ്മൾ ഇറേഷണലായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കാംനെസ് നഷ്ടപ്പെടുന്നത്. യുക്തിരഹിതമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശാന്തത നഷ്ടപ്പെടുന്നത്. യുക്തിരഹിതമായി ചിന്തിക്കുന്ന സ്ഥലങ്ങളിൽ യുക്തിപൂർണമായി നാം ചിന്തിച്ചു തുടങ്ങിയാൽ we will be happy, we will be calm. ലിംഗുവേർ പറയുന്നു 4 രീതിയിലാണ് നമ്മൾ യുക്തിരഹിതമായി ചിന്തിക്കുന്നത്. 4 രീതിയിൽ. 1, ഡിമാൻഡിങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കൂടുതൽ. ഇത് ഇറേഷണലാണ്. നാം ചെയ്യേണ്ടത് ഡിമാൻഡിങ് സ്റ്റേറ്റ്മെന്റിനെ പ്രിഫറൻസ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. ഒരിക്കൽ കൂടെ പറയാം, ഡിമാൻഡിങ് സ്റ്റേറ്റ്മെന്റിനെ പ്രിഫറൻസ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. ഒന്ന് വിശദീകരിക്കാം. നമുക്ക് പലപ്പോഴും ഡിമാൻഡാണ്. 4 മണിക്ക് നീ എഴുന്നേക്കണം, എന്നിട്ട് അച്ഛന്റെ മുറി വന്ന് ഗുഡ് മോർണിംഗ് പറയണം, അമ്മയുടെ മുറി വന്ന് ഗുഡ് മോർണിംഗ് പറയണം. ഡിമാൻഡാണ്. യു മസ്റ്റ് വേക്ക് അപ്പ് അറ്റ് 4 o'clock. ഈ ഡിമാൻഡ് നമ്മൾ പുറപ്പെടുവിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന കുഞ്ഞിന് ഇത് അസ്വസ്ഥത ഉണ്ടാക്കും. അവന്റെ കാംനെസ് പോയി കിട്ടും. അവനിന് 4 മണിക്ക് എഴുന്നേൽക്കാതെ വരുമ്പോൾ നമ്മുടെ കാംനെസ് പോയി കിട്ടും. കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നറിയാമോ? 4 മണിക്ക് എണീറ്റ് നമ്മുടെ മുറിയിൽ ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒന്ന് പോകുന്ന ഒഴിഞ്ഞ് മൂത്രം ഒന്ന് ഒഴിച്ചിട്ട് അവൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഡിമാൻഡിങ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പുറപ്പെടുവിച്ചതാണ് പ്രശ്നം. നമ്മുടെ കാംനെസ്സും പോയി, കുഞ്ഞിന്റെ കാംനെസ്സും പോയി. ലിംഗുവേർ പറയുന്നു ഡിമാൻഡിങ് സ്റ്റേറ്റ്മെന്റ് മാറ്റുക, പ്രിഫറൻസ് സ്റ്റേറ്റ്മെന്റ് പറയുക. അതെന്താണ്? ഐ വോണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ മോൻ 4 മണിക്ക് എഴുന്നേൽക്കണം. അല്ലെങ്കിൽ മാറ്റി പറയാം, ഇറ്റ് വുഡ് ബി ബെറ്റർ, നീ 4 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ പറയാം, ഐ പ്രിഫർ, ഞാൻ മുൻതൂക്കം നൽകുന്നു നീ ഇങ്ങനെ ചെയ്യുന്നത്. നീ പതുക്കെ സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. നമ്മൾ അങ്ങനെയാണോ പറയുന്നത്? മിണ്ടരുത്, ഒച്ച എടുക്കരുത്, കുത്തുതിരിഞ്ഞ്. ഡിമാൻഡിങ് സ്റ്റേറ്റ്മെന്റിനെ മാറ്റുക, പ്രിഫറൻസ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. മസ്റ്റ്, ഷുഡ് എന്നീ വാക്കുകളെ തൂത്തുമാറ്റുക. പകരം ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, നീ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും, നീ ഇങ്ങനെ പെരുമാറുന്നതിനാണ് ഞാൻ മുൻതൂക്കം നൽകുന്നത്. രണ്ടാമത്തെ ഇറേഷണൽ സ്റ്റേറ്റ്മെന്റ്, കനോട്ട് സ്റ്റാൻഡിങ്, കാൻ സ്റ്റാൻഡിങ്. കനോട്ട് സ്റ്റാൻഡിങ് എന്ന യുക്തിരഹിതമായ പ്രസ്താവനകൾ നമ്മുടെ ജീവിതത്തിൽ നാം പറയാൻ പാടില്ല. പകരം കാൻ സ്റ്റാൻഡിങ് എന്ന പ്രസ്താവനയിലോട്ട് പോകണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റും. പണ്ടൊരു ചേച്ചി ജഡ്ജിയെ നോക്കി പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, 6 വർഷം കൊണ്ട് ഞാൻ എന്നെ കഷ്ടപ്പെടുത്തുക. ഈ 5 പിള്ളേരെ ഞാൻ എങ്ങനെ നോക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് വിവാഹമോചനം മതിയാമാൻ. ജഡ്ജി നോക്കിയപ്പോൾ 6 വർഷമായി കൊടിയ യാതന, 5 കുട്ടികളുമുണ്ട്. ജഡ്ജിക്ക് കൗതുകമായി ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കാലം സഹിച്ചത്, ഈ 5 കുഞ്ഞുങ്ങൾ? അവര് പറഞ്ഞു, അത് പിന്നെ ഓരോ വർഷവും ഓണത്തിന്റെ തലേനാളിങ്ങനെ വരും, മാപ്പം ചോദിച്ചുകൊണ്ട് വരും, ഞാൻ നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പിന്നെ 2 ദിവസം താമസിച്ചിട്ടേ പോകും. 5 പിള്ളേരായി സാറേ, എനിക്ക് മതിയായി. ഐ കനോട്ട് സ്റ്റാൻഡ് ഹിം, ഐ കനോട്ട് ഹാൻഡിൽ ഹിം. ടീച്ചേഴ്സ് പറയാറുണ്ട് 10B അടിപൊളി ക്ലാസ്, ബട്ട് ഐ കനോട്ട് ഹാൻഡിൽ 9E. എന്തൊരു വൃത്തികെട്ട പിള്ളേരാണ്. കനോട്ട് സ്റ്റാൻഡിങ് എന്ന വാക്യം ഉരുവിടരുത്. പകരം കാൻ സ്റ്റാൻഡിങ് എന്ന വാക്യം ഉരുവിടണം. അതെങ്ങനെയാണ്? 9C ഇത്തിരി കുഴപ്പം പിടിച്ച പിള്ളേരാണ്, ബട്ട് ഐ ക്യാൻ ഹാൻഡിൽ. എന്റെ ഭർത്താവ് മുഴുക്കുടിയനാണ്, ബട്ട് ഐ ക്യാൻ ഹാൻഡിൽ. എനിക്ക് അയാളെ കൈകാര്യം ചെയ്യാനുള്ള
ഉപായങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. cannot stand എന്ന് പറയരുത്, can stand എന്ന് പറയണം. അയ്യോ 2 കിലോമീറ്റർ നീണ്ട ട്രാഫിക്, നമ്മൾ അളന്ന് നോക്കിയിട്ടൊന്നും അല്ല പറയുന്നതും കൂടെ ഓർമ്മ വേണം. 2 കിലോമീറ്റർ നീണ്ട ട്രാഫിക്, ഇന്നെനിക്ക് യാത്ര ചെയ്യാനേ പറ്റില്ല, കനോട്ട് സ്റ്റാൻഡിങ്. ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, പക്ഷെ ഞാൻ ഓഫീസിൽ എത്തും. മൂന്നാമത്തെ ഇറേഷണൽ സ്റ്റേറ്റ്മെന്റ്, കംപ്ലൈനിങ് സ്റ്റേറ്റ്മെന്റ് നാം ഉരുവിടരുത്, പകരം ഡിസപ്പോയിന്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഉരുവിടണം. കംപ്ലൈനിങ് സ്റ്റേറ്റ്മെന്റ്, സഹിക്കാൻ പറ്റാത്ത ട്രാഫിക് നമ്മൾ പറയാറുണ്ട്. ഇന്ന് രാവിലെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അയ്യോ സഹിക്കാൻ വയ്യ. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി, എങ്ങനെ ഉണ്ടായിരുന്നു? നാക്കില് വയ്ക്കാൻ കൊള്ളത്തില്ല. 3 പ്രാവശ്യം ചോറ് വാങ്ങിച്ചിട്ടുമുണ്ട്, എന്നാലും പറയും നാക്കിൽ വയ്ക്കാൻ കൊള്ളത്തില്ല ഭക്ഷണം. ഇത് കംപ്ലൈനിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നാം എങ്ങനെ പ്രതികരിക്കണം? കംപ്ലൈനിങ് സ്റ്റേറ്റ്മെന്റിനെ മാറ്റി ഡിസപ്പോയിന്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. എങ്ങനെ? ഇന്ന് ട്രാഫിക് ഇത്തിരി കൂടിയിരുന്നു, ഇൻകൺവീനിയന്റ് ആയിരുന്നു, പക്ഷെ അത് ഹൊറിബിൾ ആയിരുന്നു. ഹൊറിബിൾ കംപ്ലൈനിങ് സ്റ്റേറ്റ്മെന്റും ഇൻകൺവീനിയന്റ് കുറച്ചുകൂടെ സ്ലൈറ്റ് ആയ, നമുക്ക് നിരാശയുണ്ടായി, നമ്മളത് എക്സ്പ്രസ് ചെയ്തു. ആഹാരം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ നാക്കിൽ വയ്ക്കാൻ കൊള്ളത്തില്ല. കംപ്ലൈനിങ് സ്റ്റേറ്റ്മെന്റ്, അതിനെ ഡിസപ്പോയിന്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക. രുചി ഇത്തിരി കുറവായിരുന്നു, പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ കഴിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോൾ രുചി ഇത്തിരി കുറവായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് you yourself will be able to change, you yourself will be able to feel the change. ആദ്യം പറഞ്ഞു എന്ത് സ്റ്റേറ്റ്മെന്റിനെ എന്ത് സ്റ്റേറ്റ്മെന്റ് ആക്കണമെന്നാണ്, മറന്നു പോകരുത്. ഡിമാൻഡിങ് സ്റ്റേറ്റ്മെന്റിനെ പ്രിഫറൻസ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. രണ്ടാമത് കനോട്ട് സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെന്റിനെ ക്യാൻ സ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. 3 കംപ്ലൈനിങ് സ്റ്റേറ്റ്മെന്റിനെ ഡിസപ്പോയിന്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. അവസാനത്തേത് ബ്ലെയിമിങ് സ്റ്റേറ്റ്മെന്റിനെ അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് ആക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഓരോ പോയിന്റും മണിക്കൂറുകളോളം സംസാരിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ എപ്പോഴും ബ്ലെയിമിങ് സ്റ്റേറ്റ്മെന്റിലാണ്. കല്യാണം കഴിഞ്ഞു പോയ കൊച്ചിനോട് അമ്മ അടുത്ത് വിളിച്ചു നിർത്തി, ആദ്യത്തെ സന്ദർശനം വീട്ടിലേക്ക് വരുമ്പോൾ മാറ്റി നിർത്തി ചോദിക്കും, അമ്മായിയമ്മ എങ്ങനെയുണ്ട്? ഭദ്രകാളിയാണ് അമ്മ. നാത്തൂനോ? ശൂർപ്പണക. അമ്മാവനോ? രാവണൻ. നാത്തൂന്റെ ഭർത്താവോ? ഒന്നാം തരം ശകുനി. ഒരു വയസ്സായ അപ്പുപ്പ ഉണ്ടല്ലോ, അങ്ങേര് ബാഹുബലിയിലെ മറ്റേ കാലകയിലെ നിംഡ, മോഹിനി, സൂക്കു, പീസ്ര, സറത്രാമ, അതാണ് അങ്ങേര്. ഇതെല്ലാം ബ്ലെയിമിങ് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിയപ്പെട്ടവരെ. അപ്പൊ ചോദിക്കും, നിംഡ, സറത്രാമ, ഇത്രയും ഭീകരനായ കാലകേയനെ പോലുള്ള അപ്പുപ്പനെ പിന്നെ എന്തു പറയണം? ബ്ലെയിമിങ് സ്റ്റേറ്റ്മെന്റ് അല്ലാതെ പിന്നെ എന്തൊരു വിടണം? ബ്ലെയിമിങ് സ്റ്റേറ്റ്മെന്റിന് പകരം അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് പറയണം. എന്ന് വെച്ചാൽ അങ്ങേര് കാലകേയനാണ്, സ്റ്റിൽ ഐ അക്സെപ്റ്റ് ഹിം ആസ് ഹീസ്. ഞാൻ പക്ഷെ അയാളെ ഉൾക്കൊള്ളുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പങ്ക്ച്വലേ ആയിരിക്കില്ല. വിവാഹ നിശ്ചയത്തിന് ഒരു ഓർഡർ കൊടുത്തു. അവനൊരു കേറ്ററിംഗ് ഏജൻസി ഉണ്ടെന്ന് കരുതുക. വിവാഹ നിശ്ചയത്തിനാണ് അവന് ഓർഡർ കൊടുക്കുന്നതെങ്കിൽ, എന്റെ വിവാഹ നിശ്ചയത്തിനാണ് അവൻ ഓർഡർ കൊടുക്കുന്നതെങ്കിൽ, എന്റെ കല്യാണവും കഴിഞ്ഞ് ഭാര്യ 1ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴായിരിക്കും അവൻ ഓർഡർ കൊണ്ടുവരുന്നത്. ഇതായിരിക്കും അവന്റെ പങ്ക്ച്വാലിറ്റി. പക്ഷെ ഞാൻ അവനെ ബ്ലെയിം ചെയ്ത് പറഞ്ഞുകൊണ്ട് നടക്കും, അവൻ ഓർഡർ കൊടുക്കരുത്, വാക്ക് പാലിക്കാത്തവനാണ്. ദിസ് ഈസ് ബ്ലെയിമിങ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മൾ എങ്ങനെ പറയണം? വാക്ക് പാലിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ബട്ട് ഐ അക്സെപ്റ്റ്. ഈ 4 റേഷണൽ സ്റ്റേറ്റ്മെന്റ് നാം ജീവിതത്തിൽ ഉരുവിട്ട് തുടങ്ങിയാൽ ഒരു കാര്യം ഉറപ്പായിട്ടും സംഭവിക്കും, നമ്മുടെ സുഹൃത്തുക്കളുടെ എണ്ണം കൂടും. നമ്മൾ ഒരു കാന്തത്തെ പോലെ മറ്റുള്ളവരെ ആകർഷിക്കും. നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ട്, നാം നിരാശപ്പെടുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ ആക്രോശിച്ചേക്കാം, പക്ഷേ വി വിൽ ബിക്കം. കാരണം നമ്മുടെ നാവിൽ നിന്നും വരുന്നത് യുക്തിരഹിതമായ പ്രസ്താവനകളല്ല,
യുക്തി നിറഞ്ഞ പ്രസ്താവനകളാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും അപ്രിയകരമായ സംഭവങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്രിയകരമായ സംഭവങ്ങൾ, വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കും, സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഡിങ്കുമേർ പറയുന്നു, എപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അൺപ്ലസന്റ് ഇമോഷൻ വരുന്നോ അപ്പോൾ നിങ്ങൾ പോപ്കോൺ മെഷീൻ ആകണം. പോപ്കോൺ ആകക്കൂടാതെ. പോപ്കോൺ മെഷീൻ ആകണമെങ്കിൽ നിങ്ങൾ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന്, വാട്ട് ആം ഐ നൗ തിങ്കിങ്? ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? കൊറോണയെ തുടർന്ന് ഗൾഫിലുള്ള ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നമ്മുടെ കേരളത്തിലേക്ക് മടങ്ങി വന്ന ഒട്ടനവധി പേരുണ്ട്. അവർക്കിപ്പോ മനസ്സിൽ ടെൻഷനാണ് ഉരുണ്ടുകൂടുന്നതെങ്കിൽ അവർ സ്വയം ചോദിക്കണം, ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? അവർക്ക് ഉത്തരം കിട്ടും, എന്റെ ജീവിതം നശിച്ചു, ഇനി എനിക്കൊരു ഉയർച്ചയില്ല, ഞാൻ എങ്ങനെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവ് കൊടുക്കും? ഇത്തരത്തിൽ പോവും ചിന്തകൾ. ഉടനെ അടുത്ത ചോദ്യം ചോദിക്കണം, വാട്ട് ആം ഐ നൗ ഫീലിംഗ്? ഞാൻ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? എന്റെ ഫീലിംഗ് എന്താണ്? ഉത്തരം കിട്ടും, കൊടിയ നിരാശ, നിസ്സഹായ അവസ്ഥ, ദുഃഖം. അടുത്ത ചോദ്യം ചോദിക്കണം, വാട്ട് എവിഡൻസ് ഈസ് ദെയർ ഫോർ മൈ ബിലീഫ്? ഞാനിനി ഉയരില്ല, എന്റെ നാശം ആസന്നമാണ് എന്ന് ഞാൻ ചിന്തിക്കാൻ എന്ത് തെളിവുണ്ട്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. കാരണം നാം കാണുന്നതും കേൾക്കുന്നതുമല്ല യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മാർക്കസ് ഔറേലിയൂസ് എന്ന ചിന്തകൻ പറഞ്ഞത്, എവറിത്തിങ് വി ഹിയർ ഈസ് ആൻ ഒപ്പീനിയൻ, നോട്ട് ഫാക്ട്. നമ്മൾ കേൾക്കുന്നതെല്ലാം ഒരു അഭിപ്രായമാണ്, സത്യമല്ല. കൊറോണയെ കുറിച്ച് നമ്മൾ എന്തെല്ലാം കേൾക്കുന്നു, എല്ലാം അഭിപ്രായങ്ങളാണ്, സത്യമല്ല. എവറിത്തിങ് വി സീ ഈസ് പെർസ്പെക്റ്റീവ്, നോട്ട് ട്രൂത്ത്. നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ്, സത്യമല്ല. അപ്പൊ നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തൊട്ടു പിന്നാലെ ചോദിച്ചേ മതിയാകൂ, ഇങ്ങനെ ചിന്തിക്കാൻ എന്ത് തെളിവാണ് എനിക്കുള്ളത്? അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ചോയ്സസ് ഐ ഹാവ് ടു ഫേസ് ദിസ് സിറ്റുവേഷൻ? ഈ സാഹചര്യത്തെ നേരിടാൻ എനിക്ക് എന്തൊക്കെ ചോയ്സുകളുണ്ട്? ആഡം എന്ന സൈക്കോളജിസ്റ്റിന്റെ കമന്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നീ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നീ എത്തരം ചിന്തകളാണ് തിരഞ്ഞെടുക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ ഇമോഷൻസ് മാറും. അതാണ് ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്റെ മുന്നിൽ എന്ത് ചോയ്സുകളുണ്ട്? ഗൾഫിലെ ജോലി പോയി, ഇവിടെ വലിയ വരുമാനമൊന്നുമില്ല, എനിക്ക് വരുമാനമുണ്ടാക്കാൻ, എന്റെ ജീവിതത്തിൽ ഒന്ന് പച്ച പിടിപ്പിച്ചെടുക്കാൻ എന്ത് ചോയ്സസ് എന്റെ മുമ്പിലുണ്ട്? കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത ചോദ്യം, വിച്ച് ചോയ്സ് വിൽ ഹെൽപ്പ് മീ ടു മേക്ക് മൈസെൽഫ് കാം? എനിക്ക് ശാന്തത കിട്ടാൻ, ഞാൻ ശാന്തനാകാൻ ഏത് ചോയ്സ് തിരഞ്ഞെടുക്കുന്നതാകും ഉചിതം? ഇത്തരത്തിൽ നാം നമ്മുടെ ചിന്തകളെ തിരിച്ചുവിടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഭാര്യ പറയും, പണ്ട് നമുക്കൊരു തൊഴിലുണ്ടായിരുന്നല്ലോ, നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പണ്ട് വിറ്റിരുന്നല്ലോ, അന്ന് നല്ല ലാഭവും കിട്ടിയിരുന്നല്ലോ, നമുക്കത് വീണ്ടും തുടങ്ങിയാലോ? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക പരാധീനത വരുമ്പോൾ, അസുഖം വരുമ്പോൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം വരുമ്പോൾ നാം ഉത്തരത്തിൽ നോക്കുന്നത്, റെയിൽപാളത്തെ ആർത്തിയോടെ നോക്കുന്നത്. ചോദ്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു. വാട്ട് ആം ഐ നൗ തിങ്കിങ്? ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? 2, വാട്ട് ആം ഐ നൗ ഫീലിംഗ്? ഞാൻ എന്താണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3, വാട്ട് എവിഡൻസ് ഈസ് ദെയർ ഫോർ മൈ ബിലീഫ്? ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നതിന് എന്ത് തെളിവുണ്ട്? അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ചോയ്സസ് ഐ ഹാവ് ടു ഫേസ് ദിസ് സിറ്റുവേഷൻ? ഈ സിറ്റുവേഷൻ നേരിടാൻ എനിക്ക് എന്ത് ചോയ്സുകളുണ്ട്? അവസാനത്തെ ചോദ്യം, ഏത് ചോയ്സ് തിരഞ്ഞെടുത്താൽ ഞാൻ ശാന്തനാണ്? അപ്പോഴും ചില സമയങ്ങളിൽ
ഈ നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ മേലിങ്ങനെ പിടിമുറുക്കും. നമ്മൾ പോപ്കോണും നെഗറ്റീവ് ഇമോഷൻ പോപ്കോൺ മെഷീനുമാണ്. നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ അപ്ലൈ ചെയ്യണം ലോ ഓഫ് ആവറേജ്. ലോ ഓഫ് ആവറേജ് അപ്ലൈ ചെയ്യണം. ഒരു ഉദാഹരണം പറയാം. ചിലർക്കൊക്കെ മോളിൽ പോകുമ്പോൾ എസ്കലേറ്റർ കയറാൻ വലിയ പേടിയാണ്. അവർ പറയും ഞാൻ പടി കയറി വന്നോളാം എന്ന് പറയും. നമ്മൾ നിർബന്ധിച്ചാലും വരില്ല, സത്യം പറയത്തുമില്ല. അല്ലെങ്കിൽ പറയും ലിഫ്റ്റിൽ വന്നോളാം എന്ന് പറയും. നമ്മൾ പോകേണ്ട സ്ഥലം 11ാമത്തെ നിലയായിരിക്കും. ലിഫ്റ്റ് വർക്ക് ചെയ്യാതെ വരുമ്പോ പതുക്കെ ചെവിയിൽ വന്ന രഹസ്യം പറയും, ആന്റി എനിക്ക് എസ്കലേറ്റർ കയറാൻ അല്ലാത്ത പേടിയാണ്. ഇതൊരു നെഗറ്റീവ് ഇമോഷൻ ആണല്ലോ. നമുക്ക് what am I thinking, what am I feeling, what evidence is there for my belief, what are the choices I have to face the situation, which choice will help me to make myself come എന്നൊക്കെ ചോദിക്കാം. പക്ഷെ എസ്കലേറ്ററിന്റെ അടുത്തെത്തുമ്പോ വീണ്ടും ഭയം നമ്മെ ഗ്രസിക്കും, വിഴുങ്ങും. അപ്പോ നമുക്ക് ഈ തിയറി ലോ ഓഫ് ആവറേജ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെ ആ വ്യക്തിയോട് പെരുമാറും എന്ന് ഭയമുള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് നെഗറ്റീവ് ഇമോഷൻ വരുമ്പോഴും നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. സാമ്പത്തിക പരാധീനത വരുമ്പോൾ, അസുഖം വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ആവറേജ് ഇത്രയേ ഉള്ളൂ. എസ്കലേറ്റർ കയറാൻ പേടിയുള്ള ശശിയുടെ കാര്യം എടുക്കാം. ശശിക്ക് ആലോചിക്കാം, ഒരു വർഷം ഈ എസ്കലേറ്റർ എത്ര പേർ ഉപയോഗിക്കുന്നുണ്ടാവും? ശശിക്ക് ഒരു ഉത്തരം കിട്ടുമല്ലോ. ഉദ്ദേശം ഒരു 10,000 പേർ. ശശിക്ക് അടുത്ത് ചോദിക്കാം, ഈ 10,000 പേരിൽ എത്ര പേരാണ് എസ്കലേറ്റർ കയറുമ്പോ ഉരുണ്ട് പുരണ്ട് വീണ് മരിക്കുന്നത്? ശശിക്ക് തന്നെ ഉത്തരം കിട്ടും, 5 പേര്. അപ്പോ മരണത്തിനുള്ള ചാൻസ് എത്ര? 10,000 പേർ എസ്കലേറ്റർ ഉപയോഗിക്കുന്നു, വർഷത്തിൽ 5 പേർ മരിക്കുന്നുണ്ടെന്ന് കരുതുക. ശതമാനം 2.05. അത് മാത്രമേ ഉള്ളൂ സാധ്യത. പിന്നെ എന്തിന് നമ്മൾ ഭയക്കണം? പിന്നെ എന്തിന് നമ്മൾ ഭയക്കണം? ഓരോ നെഗറ്റീവ് ഇമോഷൻ നമ്മെ പിടികൂടുമ്പോഴും നമുക്ക് ഈ ലോ ഓഫ് ആവറേജ് അപ്ലൈ ചെയ്യാം. ഓരോ നെഗറ്റീവ് ഇമോഷൻ, സാമ്പത്തിക പരാധീനത വരുന്ന എത്ര പേരുണ്ട്? അവരിൽ എത്ര പേർ കരകയറാതെ പോകുന്നു? നമുക്ക് ലോ ഓഫ് ആവറേജ് എടുക്കാം. ഡിങ്ക്ബെയർ മനോഹരമായ ഒരു സംഭവം പറയുന്നുണ്ട്. ചിലപ്പോ ഈ ലോ ഓഫ് ആവറേജ് എടുക്കുമ്പോഴും നെഗറ്റീവ് ഇമോഷൻ നമ്മളെ പിടിച്ച് മുറുക്കി വച്ചിരിക്കും. അദ്ദേഹം പറയുന്നു, വേൾഡ് ട്രേഡ് സെന്റർ തകർന്നതിന് ശേഷം, ആ അപകടത്തിന് ശേഷം, ഒരു മനുഷ്യന്റെ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയില് കല്യാണം കഴിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ ഇദ്ദേഹത്തിന് വല്ലാത്ത ഭയം പ്ലെയിനിൽ കയറാൻ. കാരണം ആരെങ്കിലും ബോംബ് വെച്ച് പ്ലെയിൻ തകർത്താലോ. അപ്പൊ ഇദ്ദേഹം ശാസ്ത്രജ്ഞനായ തന്റെ സുഹൃത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്റെ മകന്റെ കല്യാണമൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്, എനിക്കൊരു സംശയമുണ്ട്, ഈ പ്ലെയിനില് ബോംബ് കൊണ്ട് ഈ ഭീകരന്മാർ വരാനുള്ള സാധ്യത എത്രയാണ്? അപ്പോ നമ്മുടെ സയന്റിസ്റ്റ് പറഞ്ഞു കൊടുത്തു, അത് 100 പേരിൽ ഒരാൾ ചിലപ്പോ ഒരു ഭീകരനായിരിക്കും, ബോംബും കൊണ്ടുവരും. ബിസിനസ്സുകാരൻ പറഞ്ഞു, അയ്യോ എനിക്ക് വലിയ റിസ്ക് ആണല്ലോ. മോന്റെ അടുത്ത് പറഞ്ഞു, മക്കളെ കല്യാണം ഒന്ന് മാറ്റി വയ്ക്കും. അടുത്ത മാസം ചെന്നപ്പോഴും ശാസ്ത്രജ്ഞ തീയനവ കല്യാണം വീണ്ടും മാറ്റി വെച്ചു. അവസാനം മോൻ പറഞ്ഞു, അപ്പം ബോംബും വെച്ചോണ്ട് വീട്ടിൽ ഇരുന്നാൽ മതി, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കയറി അങ്ങ് കെട്ടും. അപ്പൻ ആദിയായി. അപ്പനില്ലാതെ മോൻ കെട്ടിയാലും മാനക്കേടല്ലേ. വീണ്ടും ശാസ്ത്രജ്ഞന്റെ അടുത്ത് ചെന്നു പറഞ്ഞു, ചാൻസ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 200 പേരിൽ ഒരാൾ ബോംബുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ്സുകാരന്റെ മൂഡ് അങ്ങ് പോയി. അയാൾ പറഞ്ഞു, ഞാൻ ഒരു ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു, എനിക്ക് എന്റെ മോന്റെ കല്യാണം നടത്തട്ടെ. അപ്പൊ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒരു മാർഗമുണ്ട്, തീർച്ചവേ, നിങ്ങൾ ഒരു ബോംബും കൊണ്ട് പ്ലെയിനിൽ അങ്ങ് കയറുക. കാരണം 2 വ്യക്തികൾ ഒരേ പ്ലെയിനിൽ ബോംബ് കൊണ്ടുപോകുന്ന സാഹചര്യം 40,000-ൽ ഒന്നേ ഉള്ളൂ. ചിന്തകൾ മാറ്റുന്നതിനനുസരിച്ച് ഇമോഷൻസ് മാറും. ലോ ഓഫ് ആവറേജ് അപ്ലൈ ചെയ്യുമ്പോഴും ഇങ്ങനെ ചിന്തകൾ മാറ്റിയാൽ നമുക്ക് പുതിയ പുതിയ ഇമോഷൻസ് വരും. നമ്മളുടെ സമയം തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. റേഷണൽ തിങ്കിങ്, RT എന്ന് സൈക്കോളജിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല.
നാം റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് റേഷണൽ തിങ്കിങ്, വിവേകപരമായ ചിന്ത. നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പോപ്കോൺ ആയി പോകുമ്പോൾ ഈ റേഷണൽ തിങ്കിങ്ങിന് നമ്മൾ നിന്നു കൊടുക്കത്തില്ല. റേഷണൽ തിങ്കിങ് നടത്തുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഒരു കുട്ടി, നമ്മുടെ മകളാണെന്ന് കരുതുക, അവളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അവൾക്ക് 2 ദിവസമായിട്ട് വയറിളക്കമായിരിക്കും, കാരണം ഭയം. എന്ത് ചെയ്യും? റേഷണൽ തിങ്കിങ് അപ്ലൈ ചെയ്താൽ ഷീ വിൽ ബി കാം. നമുക്ക് ചോദിക്കാം, ഇങ്ങനെയാണ് റേഷണൽ തിങ്കിങ്, നീ നാളെ ഇന്റർവ്യൂവിന് പോകുന്നത് അവരോട് എന്തെങ്കിലും യാചിക്കാനാണോ, പച്ചവെള്ളത്തിൽ പറഞ്ഞ തെണ്ടാനാണോ? മോളെന്ത് പറയും? ഇല്ല, അവര് പത്രത്തിൽ അഡ്വർടൈസ്മെന്റ് ചെയ്തപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്തു, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഞാൻ ജോലിക്കായി പോവുകയാണ്. ആണല്ലോ, ആണല്ലോ. നീ അപ്പോൾ യു ആർ നോട്ട് ഗോയിങ് ദെയർ ടു ബെഗ് എനിത്തിങ് ഫ്രം ദം. അടുത്ത് ചോദിക്കാം, സ്വയം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, നീ അഥവാ ഈ ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ടാൽ അവർ നിന്നെ വധിക്കുമോ, കൊല്ലുമോ? ഉടനെ മോള് തിരിച്ചു ചോദിക്കില്ലേ, അവരെന്തിനാ കൊല്ലണം? അപ്പൊ നമുക്ക് വീണ്ടും ചോദിക്കാം, അവർ നിന്നെ തല്ലുമോ? എന്തിനു തല്ലണം? അപ്പൊ നീ ഇന്റർവ്യൂവിന് തോറ്റാൽ അവർ നിന്നെ കൊല്ലില്ല, തല്ലില്ല. അടുത്ത് ചോദിക്കാം, വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ? വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ? നീ ഇന്റർവ്യൂവിന് തോറ്റാൽ, മോശമായി പെർഫോം ചെയ്താൽ സംഭവിക്കാവുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താണ്? മോള് പെട്ടെന്ന് തന്നെ പറയും, ഞാൻ തോറ്റു, ഞാൻ അടുത്ത ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യും. ഇതാണ് പാർട്ട് എ. ഏത് വിഷയം വരുമ്പോഴും നമ്മൾ ഇങ്ങനെ നമ്മോട് ചോദിക്കണം. ഇങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും ഒടുവിൽ ഏറ്റവും മോശമായിട്ട് എന്ത് സംഭവിക്കും? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി കാം. കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ തൊണ്ടയിൽ എന്തോ ഒരു നോഡ്യൂൾസ്, ചെറിയ മുഴ പോലെ വന്നു. അപ്പൊ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോ അവർ പറഞ്ഞു ബെത്സേദ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ ബെത്സേദ ടെസ്റ്റ് നടത്തി എന്റെ റിസൾട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതിനകത്തുള്ള ഫൈൻഡിങ് ഇതാണ്, ബെത്സേദ കാറ്റഗറി 2 ബിനൈൻ മോഡ്യൂൾസ്. അപ്പൊ ഈ ബിനൈൻ എന്ന വാക്ക് എനിക്ക് പരിചയമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് എന്താണ്, ഹാംലെസ് ആയ, ഉപദ്രവമില്ലാത്ത നോഡ്യൂൾ ആണെന്ന് തോന്നുന്നു, എന്നാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ഗൂഗിൾ അങ്കിളിനെ ഒന്ന് തിരഞ്ഞു നോക്കിയപ്പോ ഈ ബെത്സേദ കാറ്റഗറി 2 വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ സുഹൃത്തിനോട് ചോദിച്ചു, പേടിച്ചോ? അങ്ങനെ പേടിച്ചൊന്നുമില്ല. നമ്മൾ പേടിച്ചില്ലേ? ആ പേടി ഉണ്ടായിരുന്നു, ചെറിയ പേടി ഉണ്ടായിരുന്നു. എന്താണ് പേടിച്ചത്? ഇല്ല, എന്തെങ്കിലും മോശമായിട്ട്. ഞാൻ എന്ത് മോശമായിട്ട് വരുമെന്നാണ് പേടിച്ചത്? ഇല്ല, എന്തെങ്കിലും ഗുരുതരമായി. ഞാൻ എന്ത് ഗുരുതരമായി വരുമെന്നാണ് പേടിച്ചത്? 4, 5, 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവർ ഭയന്ന ആ വാക്ക് എന്നോട് പങ്കുവെച്ചത്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഇത് ക്യാൻസർ ആകുമോ എന്ന്. കണ്ടോ? പക്ഷെ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവരുടെ മുഖത്ത് കണ്ടു നിറഞ്ഞ ചിരി. ഞാൻ പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് ചെന്നെത്താവുന്ന ഏറ്റവും ഭീകരമായ കാര്യത്തെ നാം അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ലിങ്ക്വെയർ പറയുന്നത്, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നാം സ്വയം ചോദിക്കുക, വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് ദാറ്റ് ക്യാൻ ഹാപ്പൻ? എന്റെ ജീവിതത്തിൽ ഇതിനെ തുടർന്ന് സംഭവിക്കാവുന്ന ഏറ്റവും ഭീകരമായ കാര്യം എന്താണ്? ഇതാണ്. സംഭവിച്ചാൽ ഞാൻ സ്വീകരിച്ചോളാം. അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഒരു പാർട്ട് ബി ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 3 ചോദ്യങ്ങൾ അടങ്ങുന്നതാണ് പാർട്ട് ബി. 1, ഞാൻ മുമ്പ് ഭയപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചുവോ? ഇതിനു മുമ്പും പല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും. അവയെല്ലാം സംഭവിച്ചിട്ടുണ്ടോ? Whatever things I have worried would occur, have they really occurred? 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മൾ നടക്കുമെന്ന് ഭയന്ന പല സംഭവങ്ങളുണ്ടായിരുന്നു, നടന്നോ? വിവാഹത്തിന് മുമ്പ് നടക്കുമെന്ന് ഭയന്ന പല സംഭവങ്ങളും നടന്നോ? രണ്ടാമത്തെ ചോദ്യം, ഇനി നമ്മൾ ഭയന്ന രീതിയിൽ തന്നെ ചില സംഭവങ്ങൾ നടന്നു എന്ന് തന്നെ കരുതുക. അത് ഞാൻ സങ്കല്പിച്ചതുപോലെ ഭയാനകമായിരുന്നോ? Whatever did occur,
ചില കാര്യങ്ങൾ സംഭവിച്ചു. സംഭവിച്ചതിന്റെ കാര്യത്തിൽ വാസ് ഇറ്റ് ഡ്രെഡ്ഫുൾ ആസ് ഐ ഹാഡ് ഇമാജിൻഡ് ഇറ്റ് ടു ബി? ഞാൻ സങ്കല്പിച്ചതുപോലെ ഭയാനകമായിട്ടാണോ അതെല്ലാം സംഭവിച്ചത്? നമുക്ക് ചിലപ്പോൾ തലവേദന എന്ന് കരുതി നമ്മൾ ആശുപത്രി, തലവേദന വരുമ്പോൾ നമ്മൾ ബ്രെയിൻ ട്യൂമർ ആണെന്ന് കരുതി ചിലപ്പോൾ ആശുപത്രിയിൽ പോകും. നമ്മൾ ഭയക്കുന്നത് ബ്രെയിൻ ട്യൂമർ ആണ്. ഡോക്ടർ എല്ലാ പരിശോധനയും കഴിഞ്ഞ് 10-25,000 രൂപയുടെ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഡോക്ടർ അവസാനം പറയും ഒരു കുഴപ്പമില്ലല്ലോ, നല്ല വെള്ളവും പച്ചക്കറിയും നല്ല ഫുഡൊക്കെ കഴിച്ച് കുട്ടപ്പനായിട്ട് ജീവിച്ചു. കണ്ടോ, നമ്മൾ ഭയക്കുന്നത് പോലെ ഡ്രെഡ്ഫുൾ ആയ രീതിയിൽ പലതും നടക്കാറില്ല. മൂന്നാമത്തെ ചോദ്യം, were I able to face the dreadful events in my life? എന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഭയാനകമായ സംഭവങ്ങൾ ഞാൻ നേരിട്ടിട്ടില്ലേ? ചിലപ്പോ നമ്മുടെ ഒരു കയ്യിലൊരു മുള്ളു കൊണ്ട് നല്ലവണ്ണം പഴുത്തു നിരുന്നു. മുള്ളെടുക്കാനായി നമ്മുടെ അച്ഛനോ അമ്മയോ കൂട്ടുകാരനോ വരുമ്പോ നമ്മൾ ഭയാനകമായി പ്രതികരിക്കും, അയ്യോ 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 അയ്യോ. കുറച്ചു കഴിഞ്ഞ് മുള്ള് എടുത്തു കഴിയുമ്പോ കണ്ണീ കൂടെ മടമടാ കണ്ണുനീരൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മളൊരു കള്ള ചിരിയോടെ ഒരു ഇരിപ്പുണ്ട്. അപ്പൊ കണ്ടു നിന്നൊരു പറയും, എന്തായിരുന്നു വിളി? സർജറിയുടെ സമയത്ത് നമ്മൾ സർജറിക്ക് മുമ്പ് ടെൻഷനിലായിരിക്കും, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോ ടെൻഷനായിരിക്കും, ഇഞ്ചക്ഷൻ അയ്യോ എന്നൊക്കെ പറഞ്ഞ് വിളിയും. പക്ഷേ സർജറി കഴിഞ്ഞ് റൂമിലേക്ക് കൊണ്ടുവരുമ്പോ ബന്ധുക്കളെ നോക്കി ഒരു കിളിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ ഡ്രെഡ്ഫുൾ അല്ല നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങൾ. ഇനി അഥവാ ഡ്രെഡ്ഫുൾ ആയി നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നാലും നമ്മളത് നേരിടാറുണ്ട്. പക്ഷെ ഓർക്കുക, പെയിൻ ഈസ് കമ്പൽസറി, സഫറിങ് ഈസ് ഓപ്ഷണൽ. നമ്മുടെ കൂടെ ജീവിച്ച ഒരാൾ പൊടുന്നനെ വിട്ടു പോകുമ്പോ വേദന ഉണ്ടാകും, അത് കമ്പൽസറിയാണ്. പക്ഷെ അതിനെ തുടർന്ന് നമ്മൾ ജീവിതം സമം സഫറിങ് എന്ന തരത്തിൽ മുന്നോട്ട് ജീവിക്കണമെന്നുള്ളത് നമ്മുടെ ചിന്തകളെ ആശ്രയിച്ചു. പെയിൻ ഈസ് കമ്പൽസറി, സഫറിങ് ഈസ് ഓപ്ഷണൽ. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്ക് ഡിസ്കഷന് സമയമായി എന്ന് കരുതുന്നു. ഒറ്റ വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബി പോപ്കോൺ മെഷീൻ, ഡോണ്ട് ബി പോപ്കോൺ. ഇന്നത്തെ ബി കാം എന്ന ചർച്ചയുടെ അന്തസത്ത ഇതാണ്. നമ്മൾ പോപ്കോൺ മെഷീൻ ആകണം, പോപ്കോൺ ആകരുത്. സാഹചര്യങ്ങൾ പോപ്കോൺ മെഷീൻ അനുസരിച്ച് കറങ്ങി തിരിഞ്ഞ് ആ മെഷീനകത്ത് കിടന്ന് കളിക്കും. സാഹചര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല. നമ്മൾ പോപ്കോൺ മെഷീൻ ആകണം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സാഹചര്യങ്ങൾ പോപ്കോൺ ആക്കി മാറ്റണം. We should control the situations and we should not permit the situations to control us. ഒന്നും നമ്മെ നിയന്ത്രിക്കാൻ നാം നിന്നു കൊടുക്കരുത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. No one has the right to control your emotions, thoughts and actions unless you let them.